നമസ്കാരം. ഫണ്ട് 360 പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രൊഫസർ അനൂപ് മാത്യു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഫണ്ട് 360 ഏകദേശം ഒരു വർഷം മുമ്പാണ് ഓപ്പറേഷൻ ആരംഭിച്ചത്. അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ ഫണ്ട് 360 മലയാളം എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ കൂടി ഏകദേശം 20ഓളം സ്റ്റോക്കുകൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടാതെ ഏകദേശം ഒരു 10-12 സ്റ്റോക്കുകൾ നമ്മൾ ഫണ്ട് 360 ഇംഗ്ലീഷ് എന്ന ചാനലിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 20 പ്ലസ് 12, 13 എല്ലാം കൂടി 10-33 സ്റ്റോക്കുകൾ, ആ സ്റ്റോക്കുകളുടെ ഇന്നത്തെ അവസ്ഥ അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇവയിലെല്ലാം നിക്ഷേപിച്ച ഒരാൾ ഇന്നത്തെ അവസ്ഥയിൽ എന്തായിരിക്കും അയാളുടെ പോർട്ട്ഫോളിയോ, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുമ്പം ഈ സ്റ്റോക്കുകളെല്ലാം നമ്മൾ ഒരു വർഷം മുമ്പ് പെട്ടെന്നൊരു ദിവസം നിക്ഷേപിച്ചതല്ല. ചില സ്റ്റോക്കുകൾക്കൊക്കെ ഒരു വർഷത്തെ പ്രായമുണ്ട്, മറ്റു ചില സ്റ്റോക്കുകൾക്ക് കുറച്ച് ദിവസങ്ങളുടെ പ്രായമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അത്ര കാര്യമായി കഴിയില്ല. അതേസമയം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള കാര്യം മാത്രം നമുക്ക് നോക്കാൻ കഴിയും. അപ്പം അതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇത് പ്രത്യേകിച്ച് ഈ ഒരു തിരിഞ്ഞു നോട്ടം പലപ്പോഴും ആവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ ഒരു വർഷം മുമ്പ് നിങ്ങൾ നിഫ്റ്റിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിഫ്റ്റി അന്ന് ഏകദേശം 18,000 ചില്ലറ ഒക്കെ തന്നെയാണ്. ഇന്ന് ഒരു വർഷത്തിന് ശേഷം ഒന്ന് നോക്കുമ്പോഴും 18,000 ചില്ലറ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നിഫ്റ്റിയിലൊരു ETF അങ്ങനെയുള്ള ഏതെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺസ് എന്ന് പറയുന്നത് കാര്യമായിട്ടില്ല. അപ്പോൾ എന്ത് റിട്ടേൺസും, ഒരു നോൺ സീറോ വാല്യൂ ഉള്ള ഒരു പോസിറ്റീവ് റിട്ടേൺസ് എന്തുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ 10-33 സ്റ്റോക്കുകൾക്ക് മൊത്തമായിട്ട് കിട്ടുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആൽഫ വളരെ നല്ലതാണെന്ന് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി നമുക്ക് അപ്പം ഈ സ്റ്റോക്ക് സമയം കളയാതെ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ നമ്മളിവിടെ 4-ാം തീയതിത്തെ പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റോക്കുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മഞ്ഞ കളറിൽ കാണിക്കുന്ന സ്റ്റോക്കുകളൊക്കെ നമ്മളൊരു അസറ്റ് പ്രൊട്ടക്റ്ററായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉയർത്തി കാണിച്ച സ്റ്റോക്കുകളാണ്. ഇതിനകത്ത് ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ശാസ്ത്രസുന്ദറാണ്. ഇപ്പോൾ ശാസ്ത്രസുന്ദർ ഇൻവെസ്റ്റ് ചെയ്ത് 469 രൂപയിലാണ്. ഇപ്പോഴത്തെ അതിൻ്റെ വില വെറും 299 രൂപയേ ഉള്ളൂ. അതായത് ഏകദേശം 36% നഷ്ടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് 36% നഷ്ടം എന്ന് പറയുന്നത് തീരെ ചെറിയ നഷ്ടമല്ല, 3 കൂടുതലുണ്ട്. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഒരു റെഡ് കളറിൽ നമുക്കത് ഷെയ്ഡ് ചെയ്യാം. കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു നഷ്ടത്തിലായതൊക്കെ നമുക്ക് റെഡ് കളറിൽ ഷെയ്ഡ് ചെയ്യാം. അടുത്തത് ഫേസ് 3 ആണ്. ഫേസ് 3 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഏകദേശം 268-ലാണ്. ഇപ്പോൾ അതിൻ്റെ വില 337 ഉണ്ട്. അപ്പോൾ ഏകദേശം 69% ഇപ്പോൾ ഏകദേശം 25% കൂടുതൽ ലാഭമുണ്ട്. അതേപോലെ അടുത്തത് VRL ആണ്. VRL ലോജിസ്റ്റിക്സ്, അത് 453-നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. ഇപ്പോൾ ഇത് 601 ഉണ്ട്. ഏകദേശം 32% കൂടുതലുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ് അതിനുണ്ട്. അടുത്ത NIIT ആണ്. NIIT ഫണ്ടമെൻ്റലി അന്നത്തെ കാലത്ത് ബിസിനസ് മോഡൽസൊക്കെ നോക്കുമ്പോൾ വളരെ നന്നായിരുന്നെങ്കിൽ കൂടിയും 435 റെക്കമെൻഡ് ചെയ്തിട്ട്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ വില ഏകദേശം 300 രൂപയുടെ താഴെയോട് 293 ഉള്ളൂ. 32% നഷ്ടമാണത്. അപ്പോൾ അടുത്തത് IEX ആണ്. വളരെയധികം നിക്ഷേപകർക്ക് നഷ്ടം വരുത്തിയൊരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആണ്. 96% മാർക്കറ്റ് ഷെയർ അവർ ഹോൾഡ് ചെയ്യുന്നു. എങ്കിൽ പോലും അതും 46% നഷ്ടത്തിലാണ്. അപ്പോൾ IEXും നമുക്ക് റെഡ് കളറിൽ മാർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തതായിട്ട് മിർസ ഇൻ്റർനാഷണലാണ്. നമ്മൾ 67 രൂപയ്ക്ക് റെക്കമെൻഡ് ചെയ്തു. അത് ഇപ്പോൾ ഏകദേശം ട്രേഡ് ചെയ്യുന്നത് 302 രൂപയ്ക്കാണ്. ഏകദേശം 350% റിട്ടേൺസ് നൽകി കുറേ പേർക്ക് വളരെയധികം ലാഭം ഉണ്ടാക്കിയ ഒരു സ്റ്റോക്കാണ്. അടുത്തത് ഭാരത് പെട്രോളിയമാണ്, BPCL. ഇപ്പോൾ BPCL നമ്മൾ റെക്കമെൻഡ് ചെയ്തത് ആ ഒരു സമയത്ത് 431 രൂപയേ ഉള്ളൂ. ഇപ്പോൾ അത് 302 രൂപയേ ഉള്ളൂ. ഏകദേശം 30% നഷ്ടം വരുത്തിയെന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. പക്ഷേ അതേസമയം തന്നെ BPCL വലിയൊരു ഡിവിഡൻ്റായിട്ടുള്ള 74 രൂപ നൽകി. അപ്പോൾ നമ്മളറിയുന്ന പോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്പനികളൊക്കെ ഡിവിഡൻറ്റ് വളരെ മോശമില്ലാതെ നൽകുന്നതാണ്. അപ്പോൾ ഈ ഡിവിഡൻറ്റ് വളരെ വലിയ ഡിവിഡൻറ്റ് നൽകുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഡിവിഡൻറ്റ് സ്ട്രിപ്പിംഗ് ആയിട്ട് നടന്നില്ലെങ്കിൽ പോലും ആനുപാതികമായി ഓഹരിയുടെ വില താഴേക്ക് വരും. അപ്പോൾ അതും കൂടി നമ്മൾ ഈ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ന്യായീകരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 74 രൂപയും കൂടി നമ്മളതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 376 രൂപയായിട്ട് മാറും. അപ്പം ഏകദേശം 13% അടുത്ത് എങ്കിൽ പോലും നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെഡ് കളറിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. അടുത്ത് അദാനി എൻ്റർപ്രൈസസ് ആണ്. അപ്പോൾ അദാനി എൻ്റർപ്രൈസസ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു അസറ്റ് പ്രൊട്ടക്ടറായിട്ട് നമ്മൾ ഉയർത്തി കാണിച്ചതാണ്. മാർക്കറ്റ് താഴെ പോയി കഴിഞ്ഞാലും നിങ്ങളുടെ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുള്ളൊരു കമ്പനിയായിട്ട്. അപ്പം അതേപോലെ തന്നെ അത് ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു. 1461 രൂപയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തത് ഇപ്പം എത്തി നിൽക്കുന്നത് 3800-ൻ്റെ മുകളിലാണ്.
ഏകദേശം 162% റിട്ടേൺസ് നൽകി. മറ്റൊരു കമ്പനി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. 205 രൂപയ്ക്ക് നമ്മൾ അത് സജസ്റ്റ് ചെയ്തതാണ് ഏകദേശം 4-5 മാസങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ അത് 509 രൂപയുണ്ട്. അപ്പോൾ അത് ഏകദേശം 150%-ലേറെ റിട്ടേൺസ് നൽകി. മറ്റൊരു സ്റ്റോക്ക് നിഖിൽ അഡ്ഹസീവ്സ് ആണ്. നിഖിൽ അഡ്ഹസീവ്സ് ഒരാഴ്ച മുമ്പേ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. എങ്കിൽ പോലും നിഖിൽ അഡ്ഹസീവ്സിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നത് ആ റെക്കമെൻഡേഷന് ശേഷം എന്തോ കാരണങ്ങൾ കൊണ്ട് അത് 5% വെച്ചിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മൂവ്മെൻറ്റാണ്. അതുകൊണ്ട് 214 രൂപയിലെത്തി. അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിഖിൽ അഡ്ഹസീവ്സിൻ്റെ മുകളിൽ ഒരു റിട്രേസ്മെൻറ്റോ അല്ലെങ്കിൽ മോശമില്ലാത്തൊരു കറക്ഷനോ നടക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഇന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 36% ലാഭത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അതിലുള്ള നിക്ഷേപകർ. മറ്റൊരു കമ്പനി ഓട്ടോ ആൻസിലറി കമ്പനിയായിട്ടുള്ള ക്രാഫ്റ്റ്സ്മാൻ ഓട്ടോമേഷനാണ്. 2845 രൂപയ്ക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്തു. അതും ഏകദേശം 11% ലാഭത്തിലാണ്. ഒരു മാസം മുമ്പ് റെക്കമെൻഡ് ചെയ്തതാണ്. മറ്റൊന്ന് ഒരു ഓട്ടോ ആൻസിലറി അലൈഡ് കമ്പനിയാണ്, അതായത് SJS എൻ്റർപ്രൈസസ്. അപ്പോൾ SJS എൻ്റർപ്രൈസസ് 433 രൂപയ്ക്ക് റെക്കമെൻഡ് ചെയ്തത് 453 രൂപയുണ്ട്. ഏകദേശം 5% അടുത്ത് ലാഭത്തിൽ തന്നെയാണ്. മറ്റൊരു കമ്പനി ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. ഒരു ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ്. 100 രൂപയുടെ താഴെയുള്ള ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ്. 73 രൂപയ്ക്ക് റെക്കമെൻഡ് ചെയ്തത് ഇപ്പോൾ 83 രൂപയുണ്ട്. അതും ഒരു 13% കൂടുതലുള്ള ലാഭം നിക്ഷേപകർക്ക് നൽകി. മറ്റൊരു കമ്പനി EPL ലിമിറ്റഡ് ആണ്. ഇപ്പോൾ EPL ലിമിറ്റഡ് ഒരു ബ്ലാക്ക്സ്റ്റൺ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനി ആയിരുന്നെങ്കിൽ പോലും അത് നിക്ഷേപകർക്ക് ഏകദേശം 13% നഷ്ടമാണ് സമ്മാനിച്ചത്. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. നമ്മുടെ ഇതിൽ ഹോൾഡിംഗ് പീരീഡ് 1 ഇയർ ആണെങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ വില നിലവാരം വെച്ച് കണക്കാക്കുമ്പോൾ 12% നഷ്ടത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് റെഡായിട്ട് തന്നെ മാർക്ക് ചെയ്യാം. അടുത്തൊരു കമ്പനി ഹെഡൽബർഗ് സിമെൻ്റ് ആണ്. ഫണ്ടമെൻ്റലി വളരെ നല്ലൊരു കമ്പനിയാണ് ഹെഡൽബർഗ് സിമെൻറ്റ്. അപ്പം എങ്കിൽ പോലും അത് പ്രതീക്ഷിച്ചത്ര ഉയർന്നില്ല വില നിലവാരം. 197 റെക്കമെൻഡ് ചെയ്തത് ഇപ്പോൾ 207. അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കുറച്ച് ഉയർന്നെങ്കിൽ പോലും ഇപ്പം ഏകദേശം 5% ലാഭത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റൊന്ന് PNB ഗിൽസ് ആണ്. 64 രൂപയ്ക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ഇപ്പോൾ അത് 61 രൂപയേ ഉള്ളൂ. പക്ഷേ അത് ഏകദേശം 12 രൂപ ഡിവിഡൻഡ് നൽകി ഈ ഒരു കാലയളവിൽ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ ഡിവിഡൻഡ് നൽകിയ കമ്പനികളുടെ ഡിവിഡൻഡ് കൂടി നമുക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൻ്റെ കൂടെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസ് ന്യായീകരിക്കത്തക്കതായിട്ട് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം അതിനാനുപാതികമായി മാർക്കറ്റ് പ്രൈസ് കുറയുന്നു എന്നുള്ള ഒരു സത്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ 12 രൂപയും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 61ൻ്റെ കൂടെ 12 രൂപയും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് 73 രൂപയാകും. അപ്പോൾ നമുക്ക് 4% നഷ്ടമെന്ന് പറയുന്നതിന് പകരം അത് ലാഭത്തിലേക്ക് ഉയർത്തപ്പെടും. അടുത്ത കമ്പനി സലാസർ ടെക്നോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ സലാസർ നമ്മൾ ഒരു 1:10 സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തി. സ്റ്റോക്ക് സ്പ്ലിറ്റിന് മുമ്പാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. അന്നത് 256 രൂപയുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ വരെയാണ് നമ്മളിവിടെ അഡ്ജസ്റ്റ് പ്രൈസാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ട്രേഡ് ചെയ്യുന്ന 28 രൂപയ്ക്കാണ്. അപ്പോൾ ഏകദേശം 9%-ൻ്റെ മുകളിൽ 10%-ൻ്റെ അടുത്ത് അത് റിട്ടേൺസ് നൽകി. മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് വണ്ടർല ഹോളിഡേയ്സ് ആണ്. ഇപ്പോൾ വണ്ടർല ഹോളിഡേയ്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് 229 രൂപയ്ക്കാണ്. ഏകദേശം ഒരു വർഷത്തോളമായി റെക്കമെൻഡ് ചെയ്തിട്ട്. ഇപ്പോൾ 350 രൂപയുണ്ട്. ഏകദേശം 53%-ൻ്റെ അടുത്ത് റിട്ടേൺസ് നൽകി. ജിൻഡാൽ ഡ്രില്ല് 187 നമ്മൾ റെക്കമെൻഡ് ചെയ്തു. ഏകദേശം 67% റിട്ടേൺസ് നൽകി. അതുപോലെ ശ്രീ ദിഗ്വിജയ് സിമെൻറ്റ് അത് നമ്മൾ അടുത്ത കാലത്താണ് റെക്കമെൻഡ് ചെയ്തത് 65 രൂപയ്ക്ക്. 1 രൂപ മാത്രമേ കൂടിയിട്ടുള്ളൂ. 54%, 1.54% ലാഭത്തിലാണ്. IDFC ഫസ്റ്റ് ബാങ്ക് അതുമൊക്കെ കഴിഞ്ഞ ആഴ്ച റെക്കമെൻഡ് ചെയ്തതാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ ഏകദേശം 2%-ൻ്റെ അടുത്ത് ലാഭമാണുള്ളത്. പിന്നെ ഒരു 4 കമ്പനികൾ നെസ്ലെ, RIL, പിഡിലൈറ്റ്, HUL ഇതെല്ലാം അസറ്റ് പ്രൊട്ടക്ടർ കമ്പനി അദാനി എൻ്റർപ്രൈസസ് പോലെ തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ നിന്ന് നമ്മൾ വലിയൊരു ലാഭം ശതമാനമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അസറ്റ് പ്രൊട്ടക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പോലും പിഡിലൈറ്റ് ഏകദേശം 14.5%-ൻ്റെ അടുത്ത് റിട്ടേൺസ് നൽകി. ബാക്കിയെല്ലാം ഒറ്റയക്കത്തിലുള്ള റിട്ടേൺസാണ് നൽകിയത്. നെസ്ലെയും RIL-ഉം HUL-ഉം ഒക്കെ. എങ്കിലും അത് മോശമില്ലാത്ത ഒരു കാര്യമായിട്ട് തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ്. മറ്റൊരു കാര്യം വേദാന്തയാണ്. വേദാന്ത നമ്മൾ സജസ്റ്റ് ചെയ്ത സമയത്ത് 262 രൂപയാണുള്ളത്. ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് 320 രൂപയിലാണ്. അപ്പോൾ 22% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ബാക്കിയുള്ളതിൻ്റെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഇത് 96 രൂപ ഡിവിഡൻഡ് ഈ ഒരു കാലയളവിൽ നൽകി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഈ ഒരു 96 രൂപ കൂടി നമുക്ക് ഈ ഒരു 320-മായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ ഈ ഒരു കാലയളവിൽ 437 രൂപ എന്ന് പറയുന്നൊരു ഇയേഴ്സ് ഹൈയിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ കഴിയില്ല. മിക്ക നമ്മുടെ ക്ലയൻസും ഈ ഒരു 400 രൂപ വില നിലവാരത്തിൽ എക്സിറ്റ് ചെയ്തു എന്നുള്ളത് മറ്റൊരു കാര്യം.
എങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഡിവിഡൻഡ് ഇനിയിപ്പോൾ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു ഡിവിഡൻഡ് നമ്മൾ ആഡ് ചെയ്തു എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രൈസ് ഏകദേശം 416 രൂപയായിട്ട് ഉയരും. അത് കഴിഞ്ഞിട്ട് പിന്നെ IRCTC ആണ്. IRCTC അതിൻ്റെ 1:5 സ്റ്റോക്ക് സ്പ്ലിറ്റ് എടുക്കുന്നതിന് മുമ്പാണ് നമ്മളിത് ചെയ്തത്. അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ 402 രൂപയോളമാകും. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 757 രൂപയിലാണ്. അപ്പോൾ അതേസമയം തന്നെ നമുക്ക് അഡ്ജസ്റ്റഡ് പ്രൈസ് ആയിട്ടുള്ള 1092 എന്ന വില നിലവാരത്തിൽ ഇതിനിടയ്ക്ക് എത്തിയിരുന്നു എന്നുള്ളൊരു സത്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ആ സമയത്തൊന്നും വിൽക്കാതെ കയ്യിൽ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ 88% ലാഭത്തിൽ തന്നെ ഇരിക്കും. മറ്റൊരു കമ്പനി പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് ആണ്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് 435 രൂപയ്ക്കാണ് നമ്മൾ സജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ 446 രൂപയാണ്. ഏകദേശം 2% ലാഭത്തിലാണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് നിക്ഷേപകർ ഇരിക്കുന്നത്. അടുത്ത കമ്പനി ഡെൽറ്റ കോർപ്പാണ്. ഏകദേശം 9 മാസങ്ങൾക്ക് മുമ്പാണ് ഡെൽറ്റ കോർപ്പ് നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ അത് 206 രൂപയ്ക്കാണ് റെക്കമെൻഡ് ചെയ്തത്. ഇപ്പോൾ അത് 217 രൂപയുണ്ട്. ഏകദേശം 5% മുകളിൽ ലാഭത്തിലാണ്. പക്ഷേ 322 രൂപയാണ് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഹൈ വന്നത്. ഇപ്പോൾ മിക്കവാറും 300 രൂപയുടെ അടുത്ത് എക്സിറ്റ് ചെയ്തിരിക്കാനാണ് സാധ്യത. എങ്കിൽ പോലും അത് ഈ വിലത്തിൽ ആഡ് ചെയ്യുന്നു. അടുത്ത ബജാജ് ഫിനാൻസ് ആണ്. 6224 രൂപയ്ക്കാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അത് 7212 ഉണ്ട്. 15% മുകളിൽ 16% അടുത്ത് ഇപ്പോൾ ലാഭത്തിലിരിക്കുന്നു. മറ്റൊരു കമ്പനി യാഷ്പക്ക എന്ന് പറഞ്ഞ കമ്പനിയാണ്. അത് പാക്കേജിങ് പേപ്പർ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 97 രൂപയ്ക്കാണ് റെക്കമെൻഡ് ചെയ്തത് ഏകദേശം 2 മാസം മുമ്പ്. ഇപ്പോൾ അത് 111.5 രൂപയോളം എത്തി നിൽക്കുന്നു. ഏകദേശം 15% ലാഭം നിക്ഷേപകർക്ക് നൽകി. മറ്റൊരു കമ്പനി വളരെ മുമ്പേ റെക്കമെൻഡ് ചെയ്ത ട്രൈഡൻ്റ് ആണ്. ഇപ്പോൾ ട്രൈഡൻ്റ് ഏകദേശം കഴിഞ്ഞ ഒക്ടോബറിലൊക്കെയാണ് തോന്നുന്നു റെക്കമെൻഡ് ചെയ്തത്. ഏകദേശം ചാനൽ തുടങ്ങിയ ആദ്യകാലങ്ങളിലാണ്. അന്നത് 20-22 രൂപ എന്ന വിലത്തിൽ റെക്കമെൻഡ് ചെയ്തത്. അതിന് നമ്മൾ എക്സിറ്റ് കോളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അവിടെ എക്സിറ്റ് അലേർട്ട് ഗിവൺ അറ്റ് 42 എന്ന് പറഞ്ഞിരിക്കും. 42 രൂപയ്ക്ക് എക്സിറ്റ് കോൾ കൊടുത്തു. അതിനുശേഷം 42 രൂപയും കടന്ന് ഏകദേശം 60 രൂപയൊക്കെ കടന്ന് മുകളിലേക്ക് പോയി എന്നുള്ളൊരു സത്യമാണ്. എങ്കിൽ പോലും നമ്മൾ ആ 42 രൂപ എക്സിറ്റ് എടുത്തിട്ടുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 91% ലാഭം എന്നത് നമ്മൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, 32 കമ്പനികൾ ഇംഗ്ലീഷ് ചാനലും മലയാളം ചാനലുമായിട്ട് റെക്കമെൻഡ് ചെയ്തു. അതിൽ 5 കമ്പനികൾ നഷ്ടത്തിലാണ്. ഒരു ആവറേജ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഇത് 1 വർഷം മുമ്പല്ല മൊത്തം ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 65% അടുത്തുണ്ട് എന്നുള്ളതാണ് കാൽക്കുലേഷൻ പറയുന്നത്. അടുത്തതായി നമുക്ക് ഈ ഒരു അനാലിസിൻ്റെ അകത്ത് എന്താണ് മനസ്സിലാവുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്നുള്ള വില നിലവാരത്തിൽ നമ്മൾ പലതും നമ്മൾ പ്രൊജക്റ്റ് ചെയ്തെങ്കിൽ പോലും, ഉദാഹരണമായിട്ട് NIIT, IEX തുടങ്ങിയ സ്റ്റോക്കുകൾ, ഇവ മോശമില്ലാത്ത ഒരു നഷ്ടമാണ് നിക്ഷേപകർക്ക് സമ്മാനിച്ചത്. ഹൈഡൽബർഗ് സിമെൻറ്റ് വളരെയധികം മുകളിലേക്ക് പോകുമെന്ന് കരുതിയെങ്കിൽ പോലും ഹൈഡൽബർഗ് സിമെൻറ്റ് 5% അടുത്തുള്ള ഒരു നേട്ടം മാത്രമേ നിക്ഷേപകർക്ക് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ നൽകിയുള്ളൂ. അപ്പോൾ അതേസമയം ചില മിഡ് ക്യാപ്പ് കമ്പനികൾ, VRL ലോജിസ്റ്റിക്സ് ഒക്കെ പോലെയുള്ളത്, ഇതൊക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് നിക്ഷേപകർക്ക് ഏകദേശം 10-40% ഒരു റിട്ടേൺസ് നൽകി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, മറ്റൊരു ഉദാഹരണമാണ് ഡെൽറ്റ കോർപ്പറേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, കഴിഞ്ഞ ഒരു വർഷം സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളുടെ ഒക്കെ ഒരു ആകർഷണീയത വളരെ കൂടുതലായിരുന്നു. മറ്റൊന്നുമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ഈ ഒരു മാർക്കറ്റിൽ വളരെ കൂടുതലാണ്. നമുക്ക് സംഭവിച്ചൊരു വലിയൊരു പ്രശ്നം, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കഴിവ് നമ്മൾ കുറച്ച് കണ്ടു എന്നുള്ളതാണ്. നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു വലിയൊരു അബദ്ധം പറ്റിപ്പോയത്. അതേസമയം നമ്മൾ നഷ്ടം സംഭവിച്ചിട്ടുള്ളത് EPL ലിമിറ്റഡ് ഒരു പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കിംഗ് കമ്പനിയാണ്. അതിന് യാതൊരു സംശയവുമില്ല, അത് നഷ്ടത്തിലാണ്. 12% നഷ്ടത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് BPCL ആണ്, ഭാരത് പെട്രോളിയത്തിനെ നമ്മൾ എന്തുകൊണ്ടാണ് ആ കാലത്ത് ഉയർത്തി കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപത്തിൻ്റെ അണ്ടറിൽ അത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിൽ ഉൾപ്പെട്ട ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ഓഹരി വിറ്റഴിക്കൽ പോയി കഴിഞ്ഞാൽ, ആ ഒരു കമ്പനി BPCL വളരെയധികം മുമ്പോട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രോസ്പെക്റ്റീവ് ബയർ എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്നത് വേദാന്തയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ മുമ്പോട്ട് വെച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഗവൺമെൻറ് BPCL ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അനിശ്ചിത കാലത്തേക്ക് അങ്ങോട്ട് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് BPCL വളരെയധികം നഷ്ടം നേരിട്ടു. മറ്റൊരു കമ്പനി ഉണ്ടായിരുന്നത് ശാസ്ത്രസുന്ദറാണ്, നഷ്ടത്തിലുള്ള കമ്പനി. ഇപ്പോഴത്തെ ഇതാണ് 36% നഷ്ടത്തിൽ. പലരുടെയും സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്ത് ചിലപ്പോൾ എക്സിറ്റ് ചെയ്തിരിക്കാം. എങ്കിൽ പോലും 36% നഷ്ടമായിട്ട് തന്നെ നമ്മുടെ എക്സൽ ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തൊരു നഷ്ടം, ആ ഒരു നഷ്ടം നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. കാരണം അതൊരു റിസ്കി ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ശാസ്ത്രസുന്ദർ. കാരണം അതിൻ്റെ
ബുക്സ് വളരെയധികം വലുതാകാൻ പ്രോസ്പെക്റ്റീവായിട്ടുള്ളൊരു ബുക്സ് ആയിരുന്നു. പക്ഷേ അതേസമയം തന്നെ അത്ര തന്നെ റിസ്ക്കും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയ എന്നുള്ള രീതിയിലുള്ളൊരു സ്റ്റോക്കായിട്ട് തന്നെയായിരുന്നു കണക്കാക്കേണ്ടത്. പക്ഷേ പോയാൽ അത്ര അധികം പോകില്ല, ഒരു ലിമിറ്റഡ് ആണ്. പക്ഷേ ക്യാഷ് ഫ്ലോ അന്നത്തെ രീതിയിൽ കുറച്ചെല്ലാവരും കൺവിൻസ്ഡ് ആയിരുന്നു. അപ്പം നഷ്ടപ്പെട്ടിട്ടുള്ള 5 സ്റ്റോക്കുകളുടെ അവസ്ഥ ഇതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് IEX ആണ്. IEX അന്നും ഇന്നും എന്നും ഈ ഒരു വില നിലവാരത്തിലും അതിനു മുമ്പുള്ള വില നിലവാരത്തിലും IEXലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വളരെയധികം ജസ്റ്റിഫയബിൾ ആണെന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതേസമയം IEX കാലം ചെല്ലും തോറും നിക്ഷേപകരുടെ പ്രിയപ്പെട്ട ഒരു സ്റ്റോക്ക് എന്ന രീതിയിൽ നിന്നും പുറത്തു പോവുകയും റിട്ടേൺസ് കൂടുതൽ കിട്ടുന്ന സ്റ്റോക്കുകളിലേക്ക് ജനങ്ങൾ തിരികുകയും ചെയ്തു. ഇതുകൊണ്ട് ഒരു ഡിമാൻഡ് അവിടെ ഉണ്ടായില്ല. ബാക്കിയെല്ലാം നോക്കുമ്പം ഫണ്ടമെൻ്റലി നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും IEX എപ്പോഴും ഒരു ഹോട്ടായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. 96% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു മോണോപ്പോളി എന്ന് വിശേഷിപ്പിക്കാവുന്ന കമ്പനിയാണ്. ഇലക്ട്രിസിറ്റി ആക്ടിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയാണ്. എങ്കിൽ പോലും ഇത് നിക്ഷേപകരുടെ ഒരു പ്രിയപ്പെട്ട കമ്പനിയായിട്ട് മാറാത്തത് കൊണ്ട് മാത്രം, ഡിമാൻഡ് ഇല്ലെങ്കിൽ പിന്നെ എത്ര നന്നായിട്ടും കാര്യമില്ല, ആ ഒരു അവസ്ഥയിലാണ് എത്തിയത്. അപ്പോൾ ഇതാണ് 5 സ്റ്റോക്കുകൾ, നഷ്ടപ്പെട്ട 5 സ്റ്റോക്കുകളെ കുറിച്ച് വിവരിക്കാനുള്ളൊരു കാര്യം. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യം, നിഫ്റ്റി ഏകദേശം റിട്ടേൺസ് എന്ന് പറയുന്നത് ഇല്ല എന്നിരിക്കുമ്പോൾ ഒരു 60% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം 60% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡീസൻറ്റ് റിട്ടേൺസാണ്. ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാവരും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ പോലും നിക്ഷേപിച്ച പലർക്കും ലാഭം കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ കുറച്ച് സജഷൻസ് കൊടുക്കുമ്പം ആ സജഷൻസിൻ്റെ ഓണർഷിപ്പ് ഏറ്റെടുക്കേണ്ട ഒരു ധാർമ്മികമായിട്ടുള്ള ബാധ്യതയും കൂടി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു തിരിഞ്ഞുനോട്ടം നടത്താമെന്ന് കരുതിയത്. അപ്പോൾ ഇതോട് ഈ ഒരു അധ്യായം അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.